ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്മൂസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ അമ്മു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് രുചികരമായിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ. നാരങ്ങ അച്ചാറ് ഉണക്ക കാന്താരി മുളകിട്ട് വെക്കുന്നതാണ് ഇന്നത്തെ റെസിപ്പി. ഒത്തിരി കാലം കേടുകൂടാതിരിക്കുന്ന രുചികരമായിട്ടുള്ള ഈ വെള്ള നാരങ്ങ അച്ചാറ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനാവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ രുചികരമായിട്ടുള്ള വെള്ള അച്ചാർ തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ 7 ലെമൺ എടുത്തിരിക്കുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് പച്ചയായിട്ടുള്ള ആ ലെമൺ എടുക്കണ്ട, അല്ലെങ്കിൽ ലൈമ് അതെടുക്കേണ്ട ആവശ്യമില്ല. ഈ മഞ്ഞയായിട്ടുള്ള എടുക്കുമ്പോഴാണ് അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അതുപോലെ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ഇടാൻ വേണം. കഴുകി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമുക്കൊന്ന് ആവിയിലാണ് ഇതൊന്ന് വേവിച്ചെടുക്കാനുള്ളത്. കണ്ടോ, ഇപ്പോൾ ലെമൺ നന്നായിട്ട് ആവിയെല്ലാം കയറി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ സ്കിന്നൊക്കെ കണ്ടോ നല്ല ഗ്ലേസി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ കൈ കൊണ്ടൊന്ന് അമർത്തി കൊടുത്തപ്പോഴേ നല്ല സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം അതൊന്ന് തുടച്ചതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ലെമൺ നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ലെമണിൽ ആവശ്യത്തിന് ജ്യൂസൊക്കെ ആയിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്കൊരല്പം ഉപ്പ് ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് ഇളക്കിയിട്ട് നമുക്ക് ഇതൊന്ന് ഒരു ദിവസത്തേക്കെങ്കിലും മാറ്റി വയ്ക്കുക. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് ഒരു ദിവസമെങ്കിലും ഇത് നന്നായിട്ട് അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. വെളിയിൽ വെച്ചിരുന്നാലും മതിയാവും, കുഴപ്പമില്ല. പക്ഷേ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതാണ്. തോടെല്ലാം നന്നായിട്ട് സോഫ്റ്റായി കിട്ടും. ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും അച്ചാറിന്. അപ്പോൾ അതേ ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു, ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇരുമ്പ് ചട്ടിയിലാണ് ഈ അച്ചാർ ഇടുന്നത് കേട്ടോ. അതാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ലെണ്ണയിലാണ് ഇത് വെക്കുന്നത്. അപ്പോൾ നല്ലെണ്ണ നല്ലോണം കൂടുതൽ വേണം കേട്ടോ. അപ്പോൾ ഏതൊരു അച്ചാർ ഇടുമ്പോൾ ഓയിൽ അല്പം കൂടുതൽ എടുത്തു കഴിഞ്ഞാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതേ നന്നായിട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടാകണം. ഇത് ഓയിൽ നന്നായിട്ട് ചൂടായി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാൻ പോയാണ്. കടുക് ഒരല്പം ധാരാളം ചേർക്കാം കേട്ടോ. കടുക് നന്നായിട്ട് പൊട്ടട്ടെ. ഇതിലേക്ക് കറിവേപ്പില ധാരാളം ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി നമുക്ക് വെളുത്തുള്ളി എടുക്കുന്നതിൻ്റെ ഒരു പകുതി മതി ഇഞ്ചി കേട്ടോ. ഇഞ്ചിയുടെ ചേർത്ത് നന്നായിട്ട് ഇഞ്ചിയുടെ ആ ഒരു മണമെല്ലാം മാറിയതിന് ശേഷം വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി കണ്ടോ, ഞാൻ ധാരാളം വെളുത്തുള്ളിയെ ചേർത്തിരിക്കുന്നത്. ഇനി ഇത് ധാരാളം വെളുത്തുള്ളി വേണം കേട്ടോ. വെളുത്തുള്ളി നീളത്തിന് അരിഞ്ഞതാണ്. ഒരു 2 തുടം വെളുത്തുള്ളിയെങ്കിലും വേണം. വെളുത്തുള്ളി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് മൂക്കണം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മൂത്തു. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മതിയാവും കേട്ടോ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ആദ്യം ചേർക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടിയുടെ ഒരു കുത്ത് മണം അച്ചാറിന് നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒരു മഞ്ഞക്കുത്ത് മണം, അതിൻ്റെ മഞ്ഞൾപ്പൊടിയുടെ ഒരു കുത്തൽ മണം ഉണ്ടല്ലോ, അതെല്ലാം നന്നായിട്ടൊന്ന് മാറി കിട്ടണം. ഇതേ ഇപ്പോൾ നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് കാന്താരി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള കാന്താരി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഡ്രൈ ആയിട്ടുള്ള കാന്താരിയാണ് ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള കാന്താരി അത് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ അളവ് അനുസരിച്ചിട്ടാണ് കേട്ടോ. എത്ര വേണമെങ്കിലും ചേർക്കാൻ കുഴപ്പമില്ല. കാന്താരി ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സമയമാകുമ്പോൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇപ്പോൾ മഞ്ഞയും അതുപോലെ നമ്മൾ ചേർത്ത സംഭവം എല്ലാം നന്നായിട്ട് ഡ്രൈ ആയി വന്നു. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതേ എല്ലാം നന്നായിട്ട് വഴണ്ടു വന്നല്ലോ. ഇനി നമുക്കിതിലേക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം. നാരങ്ങ ഉപ്പിട്ടതായതുകൊണ്ട് കുഴപ്പമില്ല. നാരങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കാം. ഇപ്പോൾ ഉണ്ടോ നല്ലൊരു ഉണ്ടോ, ഇപ്പോൾ തന്നെ അതിൻ്റെ തോടെല്ലാം നന്നായിട്ട് അഴുകിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഒരു വലിയ സ്പൂണ് കടുക് വറുത്ത് പൊടിച്ചതാണ്. ഉറപ്പായിട്ടും വറുത്ത് തന്നെ പൊടിക്കുക. അതുകൊണ്ടാണ് നമ്മൾ
നാരങ്ങ ഇട്ട് ഇളക്കിയതിന് ശേഷം ഉപയോഗിക്കുന്നത്. അപ്പോൾ വറുത്ത് പൊടിക്കുക. പിന്നെ ഉലുവ 1/2 ടീസ്പൂണ് ഉലുവ, അതും വറുത്ത് പൊടിച്ച ഉലുവ തന്നെ വേണം. പിന്നെ വേണ്ടത് കായത്തിൻ്റെ പൊടിയാണ്. കായത്തിൻ്റെ പൊടിയാണെങ്കിലും നമുക്ക് 1/2 ടീസ്പൂൺ തന്നെ ഉപയോഗിക്കാം. അതുപോലെ കായത്തിൻ്റെ പൊടി ഉപയോഗിക്കുമ്പോഴാണ് നാരങ്ങ അച്ചാറിൻ്റെ ടേസ്റ്റ് കൂടുക. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. എനിക്ക് ശരിക്കും ഈ കായത്തിൻ്റെ മണം വരുമ്പോഴാണ് നമ്മുടെ നാരങ്ങയ്ക്ക് ശരിക്കുള്ള രുചി വരിക കേട്ടോ. അപ്പോൾ ഇത് എല്ലാം കൂടെ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചു. ഞാനിപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ എനിക്കൊരല്പം കുറവായിരുന്നു, അതുകൊണ്ട് ഞാനൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരല്പം മതിയാകും. ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വിനീഗർ ചേർത്ത് കൊടുക്കാം. ഓയിലാക്കിയതിന് ശേഷം തണുപ്പിച്ച വിനീഗറാണ്, അതാണ് നമ്മൾ ചേർക്കുന്നത്. വിനീഗറൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടിച്ച 1 സ്പൂണ് ശർക്കര ഇല്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്താലും മതിയാകും കേട്ടോ. ഞാനെപ്പോഴും അച്ചാർ ഉണ്ടാക്കുമ്പോൾ ശർക്കരയാണ് ചേർക്കാറ്, നിങ്ങളുടെ ഇഷ്ടമാണ്. ശർക്കര അല്ലെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കഴിഞ്ഞാൽ രുചി കൂടും. ഇപ്പോൾ ശർക്കരയും കൂടെ ചേർത്ത് യോജിപ്പിച്ച് കഴിയുമ്പോൾ പുളിയും ഉപ്പും അതുപോലെ ഇതിലെല്ലാം കൂടെ മധുരം എല്ലാം കൂടെ നന്നായിട്ട് ബാലൻസ് ചെയ്ത് കിട്ടും. അതിനാണ് ശർക്കര ചേർക്കുന്നത്. കണ്ടുവല്ലോ എത്ര പെട്ടെന്നാണ് രുചികരമായിട്ടുള്ളൊരു നാരങ്ങാച്ചാർ നമ്മൾ തയ്യാറാക്കിയത്. ഇതേ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാകും. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത്. മറക്കാതെ ബെല്ലൈക്കൻ അമർത്തിയെങ്കിലേ നോട്ടിഫിക്കേഷൻ സമയത്ത് കിട്ടുകയുള്ളൂ. അതുപോലെ ഒരുപാട് വീഡിയോയുടെ ബ്ലോഗ്സുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മനോഹരമായ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.